അകാരണമായി അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം കൂടി അതെഴുതി മാറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. കുറ്റാരോപിതർ എന്ന് പറയുന്നത് കുറ്റം ചെയ്തവർ എന്നല്ലല്ലോ. ആരോപിക്കപ്പെട്ടത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തുറന്ന് പറയാനുള്ള ആർജവത്വം ഭരണാധികാരികൾ കാണിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഞാൻ സംസാരിച്ചാൽ ദീർഘമായി പോകുമോ എന്ന് എനിക്കൊരു ഭയമുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. 2-3 കത്തുകൾ വന്നതിനെ കുറിച്ച് ഞാൻ സുവിശേഷ വായനയുടെ അതിനുശേഷം സൂചിപ്പിച്ചിരുന്നല്ലോ. ഒരു കത്തിൽ പ്രസക്തമായി ചോദിച്ച ചോദ്യം, നമ്മളോട് വെറുപ്പും ദേഷ്യവും ഉള്ള സ്ഥലത്ത് നമ്മൾ എന്തിനാണ് പോകുന്നത്? നമ്മളെ വിളിക്കുമ്പോൾ പോയാൽ മതി. നമ്മൾ അങ്ങോട്ട് കയറിപ്പോയി ഈ അറസ്റ്റും ഈ പരിഹാസവും ഏറ്റുവാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, വിളിച്ച് ആനയിച്ചുകൊണ്ട് പോകുവാൻ വിവാഹ സൽക്കാരത്തിനൊന്നുമല്ലല്ലോ. കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ അങ്ങനെ പ്രത്യേകം ഇൻവിറ്റേഷൻ കാർഡ് വരേണ്ടതൊന്നുമില്ല. You go and preach the gospel. പൗലോസ്ലീഹ കുറച്ചുകൂടി ആഴപ്പെട്ട ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയും, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ദൈവം സ്നേഹമാണെന്ന് പറയുക, അതല്ലേ സുവിശേഷം. ഒരാൾ തെറ്റിദ്ധരിച്ച് ഈയിടെ എൻ്റെ ഫോട്ടോ വെച്ച് എഴുതി, കർദിനാൾ ക്ലീമീസ് മതപരിവർത്തനം തുടരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുവെന്ന് അദ്ദേഹം ബ്രാക്കറ്റിൽ ഇട്ടു, എവാഞ്ചലൈസേഷൻ എന്ന്. അത് മനസ്സിലാക്കാതെ എഴുതിയതല്ലെന്ന് ഞാൻ കരുതുന്നു. സുവിശേഷീകരണം എന്നത് ദൈവസ്നേഹത്തിൻ്റെ അധ്യായങ്ങളാണെന്ന് അറിയാവുന്നവർക്ക് അതിൻ്റെ ഉള്ളർത്ഥം പിടികിട്ടും. മതപരിവർത്തനം നടത്തി ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം നിർവഹിച്ച വ്യക്തിയാണോ മദർ തെരേസ? എന്നാൽ യേശുവിന്റെ സ്നേഹം ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളോട് ഇതിനേക്കാൾ സൗമ്യമായും ആർദ്രമായും പങ്കുവച്ചിട്ടുള്ള ഒരു വിശുദ്ധ വേറെ ഏതാണ്? തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ പരിശുദ്ധാത്മ വെളിച്ചത്തിൽ അത് കൂടുതൽ നന്മയ്ക്കായി ക്രമീകരിക്കപ്പെടട്ടെ. ശതാബ്ദിയുടെ ഈ സമാപന വേളയിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്രകാരമുള്ള ഭീഷണികളോ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന അങ്ങോട്ട് പോകണമോ എന്നുള്ള ചോദ്യമോ ഒന്നും നമ്മെ ശുശ്രൂഷയിൽ നിന്ന് പിൻവലിക്കരുത്. നാം നമ്മുടെ ശുശ്രൂഷ തുടരണം. ബഥനിയുടെ ഒരു ഹ്രസ്വ ചിത്ര പ്രദർശനം ഇവിടെ നടത്തിയല്ലോ. അഭിയനൻ ഏറ്റവും പിതാവിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. ഞങ്ങൾ ഒരുമിച്ചത് കണ്ടു. കൊളോസ്യത്തിൻ്റെ പടം കാണിച്ചിരിക്കുന്നു. കൊളോസ്യത്തിൻ്റെ പടവും ഈ ബഥനി മഠത്തിൻ്റെ സ്ഥാപനവും തമ്മിൽ എന്ത് ബന്ധം എന്ന് ഞാൻ വിചാരിച്ചു. അതേ കോൺട്രാക്ടറാണോ ഇവിടുത്തെ മഠവും പണിതത്? ഈ കൊളോസ്യവും ഈ ബഥനി മഠവും തമ്മിൽ എന്താ ഈ ബന്ധം? അത് വെറുതെ കിട്ടിയ ഒരു പടം വെച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ പിറകിൽ
ക്രിസ്തുവിന്റെ അനുയായിക്ക് കൊളോസ്യത്തിലെ കാഴ്ചകൾ അന്യമല്ല. വിനോദത്തിന് ആരംഭിച്ചതാണെങ്കിലും നല്ല ഇരയെ പിന്നെ കിട്ടിയപ്പോ ഇരയെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല. എന്നാൽ ക്രിസ്ത്യാനികളാകട്ടെ, അവരും മൃഗങ്ങളും തമ്മിൽ അങ്ങോട്ട് യുദ്ധം ചെയ്യട്ടെ. ദയവായി ആ ചിത്രം ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ഡിലീറ്റ് ചെയ്യരുത്. അത് നമ്മുടെ ചരിത്രത്തിൽ കൊളോസ്യം കിടക്കട്ടെ. ഒരു ഓർമ്മപ്പെടുത്തലാണ് രക്തസാക്ഷിത്വത്തിൻ്റെ. നമ്മുടെ ഈ അനുഗ്രഹീതമായ കൂടിവരവിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ സമർപ്പണത്തിൻ്റെ പുതിയ വേദികളും പാഠങ്ങളും നമ്മെ ശക്തമായി മുൻപോട്ട് നയിക്കുന്നതിന് പര്യാപ്തമാകട്ടെ. മിഷണറി ആവുക, രക്തസാക്ഷിയുടെ വേഷം അണിയുക, വേണ്ടി വന്നാൽ ദൈവസ്നേഹത്തെ പ്രതി എല്ലാം ഉപേക്ഷിച്ചവർക്ക് ജീവൻ വെടിയുന്നതിനും മടിയില്ല എന്ന് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ബലം പരിശുദ്ധാത്മാവ് നൽകട്ടെ. ബദനിയുടെ ശതാബ്ദി സമാപന വേളയിൽ ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് കേട്ട് നാം സംതൃപ്തിയോടെ ഈ വേദി വിട്ടു പോകും. നമ്മുടെ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടി എന്നുള്ളത്. പക്ഷേ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയാണ്. നാം മറക്കരുത്, വേദനകളുടെയും ത്യാഗത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും സമ്മർദ്ദങ്ങളുടെയും ഭയപ്പെടുത്തി നമ്മെ കീഴ്പ്പെടുത്താമെന്ന് വിചാരിക്കുന്നതിൻ്റെയും പുതിയൊരു ഘട്ടം ആരംഭിക്കുന്നു എന്നത് ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ 100 വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ 101-ാം വർഷത്തിലേക്ക് നാം ഈ ബോധ്യത്തോടെ മുൻപോട്ട് നീങ്ങുന്നു. പക്ഷേ വിളിച്ചവൻ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. God bless you all.